അപ്പോൾ 1, 2, 3 പടികളിൽ തങ്ങി നിൽക്കുകയല്ല നമ്മൾ ചെയ്യുക. പിന്നീട് അങ്ങോട്ടുള്ള 4, 5, 6, 7, 8, 9, 10, 11, 12 പടികൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനമാണ് 3-ാം പടിയിൽ നമ്മൾ എടുക്കുന്നത്. നമ്മൾ അവിടെ 1-ാം പടിയിൽ എൻ്റെ മദ്യാസക്തി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി, 2-ാം പടിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി, 3-ാം പടിയിൽ ആ സൊല്യൂഷനിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ അവിടെ നിൽക്കുകയല്ല, നമ്മൾ മുന്നോട്ട് മറ്റു പടികളിലേക്ക് കടക്കുകയാണ്. ചില ബിഗിനേഴ്സ് മീറ്റിങ്ങുകൾ ചിലപ്പോൾ 1, 2, 3യിൽ നിൽക്കുകയാണ്. 1-ാമത്തെ പടിയിൽ ഞാൻ മദ്യാസക്തി ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ, 2-ാമത്തെ പടിയിൽ ഒരു ഉന്നത ശക്തിയെ അതിന് പരിഹാരമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഞാൻ, 3-ാമത്തെ പടിയിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇതെങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ബിഗിനേഴ്സ് മീറ്റിങ്ങുകളിൽ നമ്മൾ കാണാറുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. ചില മീറ്റിങ്ങുകൾ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ എല്ലാ മീറ്റിംഗ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, ചില മീറ്റിങ്ങുകളിൽ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ 1-ാം പടിയിൽ ശക്തിഹീനനെന്ന് സംബന്ധിച്ചു, ഓക്കെ, 2-ാം പടിയിൽ ഉന്നത ശക്തിയിലേക്ക് ഞങ്ങളെ സുബോധന്മാരാക്കാൻ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഈച്ചകളും ജീവിതവും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചുവിടാൻ തീരുമാനിച്ചു. വീണ്ടും നമ്മൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിൽ 3 പടികൾ എന്ന് പറയുന്ന ഒരു ചക്രവ്യൂഹത്തിൽ നമ്മൾ കടന്ന് കറങ്ങാറുണ്ട്. അപ്പോൾ തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും 1-ാം പടിയിലേക്ക് നമ്മൾ പോവുകയാണ്. തീരുമാനം എടുത്തതിന് ശേഷം 1-ാം പടിയിലേക്കല്ല പോകേണ്ടത്, യഥാർത്ഥത്തിൽ 4-ാം പടിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാനിവിടെ ഇത് പറയാനുള്ള കാരണം, ഒരു ലോങ് ടൈം സോബറിറ്റി ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു നല്ല റിക്കവറി ആഗ്രഹിക്കുന്ന ഒരാൾ 1, 2, 3 പടികളിൽ കടന്ന് കറങ്ങാതെ 4, 5, 6, 7, 8, 9, 10, 11, 12 പടികളിലൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് 1, 2, 3 പടികൾ 3 കാലുള്ള സ്റ്റൂളാണ്, ആ സ്റ്റൂളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നത് പോലെയാവും. നമ്മൾ സാധാരണ പറയുന്നത് ആ 3 കാലുള്ള സ്റ്റൂളിൽ ഇരുന്നിട്ട് വേണം നമ്മൾ 4, 5, 6, 7, 8, 9, 10, 11, 12 പടികൾ ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മളൊരിക്കലും ഒരു അൺട്രീറ്റഡ് ആൽക്കഹോളിസത്തിൻ്റെ ഭാഗമാകരുത്, ചികിത്സിക്കാത്ത ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കരുത്. നമ്മളുടെ രോഗത്തിന് നമുക്ക് തന്നെ അറിയാം മരുന്നൊന്നുമില്ല. നമുക്കവിടെ രോഗത്തിന് മരുന്നില്ല എന്ന് പറയുന്നതിനർത്ഥം ഈ മദ്യാസക്തി എന്ന് പറയുന്ന ആ ക്രേവിങ്ങിന് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദത്തിന് മരുന്നില്ല. അതിനുള്ള മരുന്നാണ് നമ്മുടെ 12 പടികൾ. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളൊരു അൺട്രീറ്റഡ് ആൽക്കഹോളിസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. ആൽക്കഹോളിസത്തിന് അല്ലെങ്കിൽ മദ്യാസക്തിക്കുള്ള സൊല്യൂഷനാണ് 12 പടികൾ. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഞാൻ തയ്യാറാകണം. എനിക്കൊരു രോഗമുണ്ടെങ്കിൽ തീർച്ചയായും മരുന്നെടുക്കും. എനിക്ക് ഏത് അസുഖമുണ്ടെങ്കിലും ഞാൻ ഒരു ഡോക്ടറെ സമീപിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ തീർച്ചയായും 12 പടികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകണം. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഏതൊരു അസുഖം വരുമ്പോഴും നമ്മളതൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ നല്ല മുന്തിയ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് പോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരംഗം മദ്യാസക്തനാണ് എങ്കിൽ, അദ്ദേഹത്തിന് മദ്യാസക്തി എന്നുള്ള പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും 12 പടികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകണം. നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ ഇവിടെയൊക്കെയാണ് ഞങ്ങൾ ഇൻഷുറൻസ് പേ ചെയ്യും. ഇൻഷുറൻസിലൂടെയാണ് നമുക്ക് ആ ചികിത്സ ലഭിക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നമ്മളതിന് നാട്ടിലും ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി നമ്മൾ അതിന് ചികിത്സ എടുക്കും. അതുപോലെ തന്നെ വിദഗ്ധന്മാരെ നമ്മൾ സമീപിക്കും. അതേ ആശയം തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. 12 പടികളിൽ നമ്മൾ എടുക്കാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ ഉള്ള അല്ലെങ്കിൽ 12 പടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇത് പരിശീലിച്ചിട്ടുള്ള ഒരാളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ 12 പടികൾ ചെയ്യാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ചികിത്സാ രീതിയാണ്, റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാം ആണെന്നാണ് നമ്മൾ പറയുക. അതായത് ഒരു ആൽക്കഹോളിക്ക് അടുത്ത കുടിയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിസം ഒരു അഗ്രസീവ് രോഗമാണ്. ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ തൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിന് തയ്യാറായില്ല എങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ്
വർക്കൗട്ട് ആകുകയില്ല. 12 പടികൾ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നതിനാണ്. ഇപ്പോൾ ബിഗ് ബുക്കിൽ പറയുന്നു, ഒരു സൈക്കിക് ചേഞ്ചിന് അയാൾ തയ്യാറാകണം. ഒരു ലാർജ് സ്കെയിലുള്ള സൈക്കിക് ചേഞ്ചിന് തയ്യാറായാൽ മാത്രമേ ഒരു ആത്മീയ ഉണർവ് അയാളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ രോഗത്തിൻ്റെ അതിഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് ഈ ഒരു മാറ്റത്തിന് മാത്രമേ സാധിക്കൂ. 10 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ 9 പേരും ഈസിയർ വേ ആണ് സ്വീകരിക്കാനായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്ന 12 പടികളിലൂടെയുള്ള ഒരു ജീവിത രീതി മെനഞ്ഞെടുക്കാനായിട്ട് പലപ്പോഴും നമ്മൾക്ക് കഴിയാറില്ല എന്നാണ് പഴമക്കാരെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. 12 പടികൾ പരിശീലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ ബേസിസിൽ തൻ്റെ ജീവിതത്തെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കിംഗ് ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഒരു റിലാപ്സിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുക. ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എന്തൂസിയാസം, അതായത് ഒരു റിക്കവറി പ്രോസസ്സിനുള്ള ഒരു എന്തൂസിയാസം, അല്ലെങ്കിൽ മോചനം നേടുന്നതിനുള്ള മാർഗത്തിനായി 12 പടികൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു ഉണർവ് പലപ്പോഴും രോഗിയെ, ഒരു ആൽക്കഹോളിക് അല്ലെങ്കിൽ ഒരു മദ്യാസക്ത രോഗി കാണിക്കാറില്ല. 3 പടികൾക്ക് ശേഷം പല സ്പോൺസർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, 4ാമത്തെ പടിയിലേക്കുള്ള റിസൈൻമെന്റ് എന്തെങ്കിലും എഴുതാനൊക്കെ പറയുകയാണെങ്കിൽ പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ സ്റ്റിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പലരെയും കാണാറുണ്ടെന്ന്. എന്താണ് അതിനർത്ഥം? നമ്മൾക്ക് എത്രമാത്രം സീരിയസ്നെസ് ഈ പ്രോഗ്രാമിനോടുണ്ട്, ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ച് എത്രമാത്രം ബോധവാനാണ്. അങ്ങനെ ഒരു എന്തൂസിയാസം കാണിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റിലാപ്സിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുക? നമ്മൾക്കൊരു ഇൽനെസ് ഉണ്ട് അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നാളെ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ സ്പോൺസർ പറയുകയാണ് നാളെ റിസൈൻമെന്റ് എഴുതിക്കൊണ്ട് വരണം, നാളെ നമുക്ക് ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരുന്ന് ഇതിനെപ്പറ്റി പറയാമെന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ PTA മീറ്റിംഗ് ഉണ്ടെന്നോ മറ്റേതെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്നോ എനിക്ക് അവിടെ പോകണമെന്നോ ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസസ് പറയുന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ എന്തൂസിയാസം? അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു എന്തൂസിയാസം നമ്മൾ ഇതിനകത്ത് കാണിക്കേണ്ടതുണ്ട്. അതിശക്തമായ ഒരു ശ്രദ്ധ നമ്മൾ ഇതിനകത്ത് ചെലുത്തേണ്ടതുണ്ട്. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മകൾ. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളിൽ നമുക്കൊരു എൻകറേജ്മെൻറ്റ്, ഒരു പ്രോത്സാഹനം, ഒരു തള്ളിവിടൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു, നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞ ഒരു ഉന്തൽ നമുക്ക്, കാരണം നമുക്ക് പുറകിൽ നിന്ന് ഒരു തള്ളൽ തരികയാണ് ഓരോ ഗ്രൂപ്പുകളും സാധാരണ ചെയ്യുക. 4ാം പടി 5ാം പടിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിസൈൻമെന്റ്സിനെ കണ്ടു 2-3 മീറ്റിങ്ങിലായിട്ട്. അതിനകത്ത് നമുക്ക് മനസ്സിലായി നീരസമാണ് പ്രധാന ശത്രു, അത് മറ്റെന്തിനേക്കാളും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ കൊല്ലും, അതുകൊണ്ട് നീരസം നമ്മൾ ഒഴിവാക്കണമെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാവുന്നതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിന് ഗ്രേറ്റസ്റ്റ് സക്സസ് റേറ്റ് ഉണ്ട്. ലോകം മുഴുവനുമുള്ള 189 അല്ലെങ്കിൽ 190 രാജ്യങ്ങളിൽ 2-3 മില്യൺ ആളുകളായിട്ട് നമ്മളിപ്പോൾ വിജയത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ 88-89 വർഷമായിട്ട് മുന്നേറുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സക്സസ് റേറ്റിനുള്ള കാരണം തീർച്ചയായും നമ്മുടെ പടികളിലൂടെയുള്ള ആളുകളുടെ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും 12 പടികൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഓരോ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളും ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് തുനിയുന്നത് കൊണ്ടാണ് ഈ സക്സസ് റേറ്റിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ആൽക്കഹോളിക്കിനെ മറ്റെന്തിനേക്കാളും നശിപ്പിക്കുന്നത് റിസെൻമെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ വിദ്വേഷമാണ് ഒരു ആൽക്കഹോളിക്കിന്റെ പ്രധാന ശത്രു. വിദ്വേഷം വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് എല്ലാ ആത്മീയ രോഗങ്ങളും ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ശാരീരികവും മാനസികവുമായ മാത്രം രോഗമുള്ളവരായിരുന്നില്ല, മറിച്ച് ആത്മീയ രോഗമുള്ളവരായിരുന്നു. അപ്പോൾ സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മീയതയുടെ സൂര്യപ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാൻ റിസെൻമെന്റ്സ് തടസ്സം ചെയ്തതുപോലെ തന്നെയാണ് ഭയവും നമ്മളെ ഉള്ളിൽ തടസ്സം ചെയ്യുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ
ശരിയാക്കുന്നതിന് അല്ലെങ്കിൽ ഉന്നത ശക്തിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുന്നതിനാണ് നമ്മൾ ഈ ഫ്രീ ഓഫ് ഫിയർ അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് വിടുതൽ നേടേണ്ടത്. നമ്മുടെ ആത്മീയമായ ഒരു സൺലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭയത്തിൽ നിന്ന് വിടുതൽ നേടേണ്ടത്. ഭയത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മളിൽ എല്ലാവരും തന്നെ ബാറിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. മദ്യമായിരുന്നു അതിനെല്ലാം ഭയത്തിനുള്ള പരിഹാരം. നമ്മുടെ ഭാര്യ നമ്മളെ വിട്ടുപിരിയുമോ എന്നുള്ള ഭയം, നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, എല്ലാത്തിനും നമ്മൾ ഈ ബൂസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കുടിയെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ തരുന്ന മറ്റൊരു വാഗ്ദാനമാണ് പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി എന്ന് പറയുന്ന പേജ് നമ്പർ 67. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള വാഗ്ദാനമാണ് പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ നമുക്ക് തരുന്ന അനേകം വാഗ്ദാനങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനമാണിത്. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി എന്നുള്ള ഈ വാഗ്ദാനം.